ശ്രീ സുരേഷ് ബാബു, വേണ്ടി വന്നാൽ സൈനിക ശക്തി ഉപയോഗിക്കണം എന്നാണ് പ്രേക്ഷകർ പോലും ആവശ്യപ്പെടുന്നത്. അനൂപ് കുമാർ, എന്തുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നില്ല? കാര്യം ഭരണകൂടം, സംവിധാനം, സേന, പോലീസ്, കോടതികൾ എന്നിവ ഉപയോഗിച്ചാണ്. കഴിഞ്ഞതാണോ? യെസ്, അങ്ങേക്ക് പറയാം. ഹലോ, കട്ടായോ? ഇല്ല, അങ്ങേക്ക് പറയാം. അതാണെങ്കിൽ ഞാൻ മറുപടിയിലേക്ക് വരാം. ഒരു കാര്യം, നമ്മുടെ രാജ്യവും ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ എടുക്കുന്ന ഒരു പൊതു സമീപനമുണ്ട്. യുദ്ധം എല്ലാത്തിൻ്റെയും ഒരു പര്യവസാനമാണ്, എല്ലാത്തിനും ഒരു ഉത്തരമാണ് എന്ന് കരുതാൻ നമുക്കാർക്കെങ്കിലും കഴിയുമോ? ഈ ആറ്റം യുഗത്തിൽ യുദ്ധം കൊണ്ട് ഏതെങ്കിലും ഒരു മാനവ സമൂഹത്തെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയുമോ? പിന്നെ എന്തിനാണ് ഒരു യുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തിനാണ് ഈ യുദ്ധത്തിലൂടെ ഇതിനൊരു പരിഹാരം കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? അതൊക്കെ ഒരു തരം അപക്വമായ ഒരു സമീപനമല്ലേ? ബഹുമാനപ്പെട്ട ടി.ജി. മോഹൻദാസ് ഇവിടെ സംസാരിച്ച രീതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസമൂഹത്തെ തങ്ങളുടേത് മാത്രമാക്കി തീർക്കാനും ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ആ മതത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാനുമുള്ള കുൽസിത രാഷ്ട്രീയത്തെയല്ലേ അദ്ദേഹം ഈ ചർച്ചയിൽ അവതരിപ്പിച്ചത്? ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള, രാഷ്ട്രീയമായും സാമൂഹ്യമായും താത്വികമായും ധാരാളം വിവരമുള്ള, നല്ല അറിവുള്ള, പലപ്പോഴും എനിക്ക് സംശയങ്ങൾ പോലും ചോദിച്ച് നിവർത്തിച്ചു തന്നിട്ടുള്ള ശ്രീ മോഹൻദാസിൽ നിന്ന് ഇത്തരം ഒരു അപക്വമായ ഒരു സമീപനമുണ്ടാകും എന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ശ്രീ ടോണി അതിനോട് പ്രതികരിച്ച രീതിയിൽ നിന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം അതിൽ നിന്ന് എൻ്റെ രീതി എനിക്കുണ്ടല്ലോ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ രാജ്യത്തിന് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതിന് പ്രതിപക്ഷത്തിൻ്റെ ശ്രീ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എക്നോളജ് ചെയ്തു എന്നും നമുക്കിപ്പോൾ ഈ ചർച്ചയിലൂടെ മനസ്സിലായിട്ടുമുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഞാനിപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യത്തിൽ ഈ ഹമാസിനോടും അല്ലെങ്കിൽ ഇസ്രായേലിനോടുമായുള്ള പ്രശ്നങ്ങളിൽ നാം എങ്ങനെ തെരുവിൽ ഈ രാഷ്ട്രീയത്തെ, ഈ ഒരു പ്രശ്നത്തെ കൊണ്ടുവന്നോ, അതുപോലെയുള്ള ഒരു അലർച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മുദ്രാവാക്യം ഇപ്പോൾ ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഒരു പാർട്ടിയിൽ നിന്നും കാണുന്നില്ല. അതും ഉണ്ടാകണം. ഇന്ത്യ രാജ്യത്തിലെ 140 കോടി ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരമൊരു പീഡനം നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് എത്തണമെങ്കിൽ പാർലമെൻറ്റിനകത്തോ അല്ലെങ്കിൽ രാഷ്ട്ര നേതൃത്വത്തിൻ്റെ ചർച്ചയ്ക്കകത്തോ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, ജനങ്ങളിലേക്ക് അത് എത്തിക്കണം. അങ്ങനെ ജനവികാരം ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഇന്ത്യ മുന്നണി കാണിക്കുന്ന അല്ലെങ്കിൽ NDA കാണിക്കുന്ന മൗനത്തിനോട് എനിക്ക് ആ കാര്യത്തിൽ ഒരു മാനസികമായ വിയോജിപ്പുണ്ട്.